نازنین ناز نکن در رو کسی باز نکن نازنین غر نکن زندگی موزر نکن زندگی موزر യെസ് ഗൈസ്, എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും എല്ലാ പ്രിയപ്പെട്ട മൂന്നാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട ചക്കരമൊക്കെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയാണ് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ മൂന്നാം ക്ലാസ്സിന്റെ EVSന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാൻ പോവാണ്. ആനുവൽ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ റെഡിയാണോ? നമ്മൾ ഈ ഏത് വിഷയങ്ങൾ തന്നെയായാലും അതിന്റെ ഇമ്പോർട്ടന്റ് പോയിന്റ്സ്, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, കാര്യങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട്. അത് നിങ്ങളുടെ പരീക്ഷയ്ക്ക് വളരെയധികം നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നതുമാണ്. എല്ലാ ക്ലാസ്സിലും 1 മുതൽ 4 വരെ ക്ലാസ്സിലുള്ള എല്ലാ കുട്ടികൾക്കും ക്വസ്റ്റ്യൻ പേപ്പർ ക്വസ്റ്റ്യൻ പേപ്പർ, ഇമ്പോർട്ടന്റ് പോയിന്റ്സ് എന്നിവ നമ്മളുടെ ചാനലിൽ എല്ലാ വിഷയത്തിൻ്റെതും അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്രദമാകുന്നുണ്ട് എന്നറിഞ്ഞതിൽ വളരെ സന്തോഷം. കാരണം ഓരോ എക്സാം കഴിയുമ്പോൾ വിദ്യാർത്ഥികളൊക്കെ മെസ്സേജ് അയക്കാണ്, സാറേ അത് നിങ്ങൾ പറഞ്ഞ വന്നിട്ടുണ്ടായിരുന്നു, നിങ്ങൾ പറഞ്ഞ അതേപോലെ വന്നിട്ടുണ്ടായിരുന്നു. ഇമ്പോർട്ടന്റ് പാർട്സിനാണ് ഏറ്റവും കൂടുതൽ ആൾക്കാരുള്ളത്. ഇമ്പോർട്ടന്റ് പാർട്സ് നോക്കി പഠിക്കാൻ. കാരണം ഒരു ടെക്സ്റ്റ് മുഴുവൻ ഒരു 4-5 പാഠം ഉണ്ടാവും പരീക്ഷയ്ക്ക്. അപ്പോൾ ഇതിൽ സാറ് പറയുന്ന ഇമ്പോർട്ടന്റ് പാർട്സ് പഠിച്ചിട്ട് അതിൽ നിന്ന് മാത്രം ചോദ്യങ്ങൾ വരുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ്. ഇത് മുഴുവൻ പഠിക്കണ്ടല്ലോ. ഓക്കെ, റെഡി. അപ്പോൾ അതൊക്കെ പിന്നെ എന്താ പറയുക, വളരെ സന്തോഷം നൽകുന്ന കാര്യങ്ങളാണ്. എന്തുതന്നെയായാലും നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന 3ാം ക്ലാസ്സിന്റെ EVSന്റെ ചോദ്യപേപ്പറാണ്. മലയാളം മീഡിയം കുട്ടികൾ, ഇംഗ്ലീഷ് മീഡിയം കുട്ടികൾ ഒരുപോലെ ഉപകാരപ്രദമാകും. ആദ്യമായിട്ടാണ് നമ്മൾ വീഡിയോ കാണുന്നതെങ്കിൽ go and subscribe, പിന്നെ ലൈക്ക് ചെയ്യാൻ ഡോണ്ട് ഫോർഗെറ്റ് ലൈക്ക് മൈ വീഡിയോ. ഓക്കെ, യെസ് ഗൈസ്. അപ്പോൾ അതെന്ത് ചെയ്യരുത്, പിന്നെ സബ്സ്ക്രൈബ് എന്ന് പറയുന്ന സാധനങ്ങൾ എന്തായാലും ഞെക്കണം. അത് നിർബന്ധമുള്ള കാര്യം. പല ആൾക്കാരും സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കുന്ന ആൾക്കാരുണ്ട്, എന്തോ ഒരു പിശുക്ക് കാണിക്കുന്ന ആൾക്കാരുണ്ട്. സബ്സ്ക്രൈബ് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. ലൈക്കുകൾ പിന്നെ നിർബന്ധമുള്ള കാര്യമാണ്. ഡോണ്ട് ഫോർഗെറ്റ് ടു ലൈക്ക്. ഓക്കെ, യെസ് ഗൈസ്, നേരെ നമ്മൾ പോവാണ്. ക്ലാസ് 3യുടെ EVS ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ കൂടുതലായിട്ട് നമുക്കൊരു 5-8 ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. അതിൽ നമ്മൾ വരുമെന്ന് പ്രതീക്ഷിക്കുന്ന 5-8 ക്വസ്റ്റ്യൻസ് നമ്മൾ കൊടുത്തു. ഇമ്പോർട്ടന്റ് പാർട്സിലാണ് നമ്മൾ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിന്റെ PDFകളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, കിട്ടും. അതൊക്കെ കിട്ടാൻ വേണ്ടി താഴത്തോട്ട് നമ്പർ ഇങ്ങനെ പാസ് ചെയ്യുന്നുണ്ട്. അതിൽ ജസ്റ്റ് ഒരു ഹായ് എന്ന് പറയുന്ന ഒരു മെസ്സേജ് അയച്ചാൽ മതി. യെസ് ഗൈസ്, നമ്മൾ നേരെ പോകുന്നു. ഒന്നാമതായിട്ട് നമുക്ക് പറയാനുള്ളത്, താഴെ പറയുന്നവയിൽ നിന്നും ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ്. ചൂസ് ദ കറക്റ്റ് ആൻസർ. അതാണ് നമുക്ക് പറഞ്ഞത്. ഓക്കെ, യെസ് ഗൈസ്. അപ്പോൾ വിച്ച് ഫാബ്രിക് ഈസ് മോസ്റ്റ് സ്യൂട്ടബിൾ ഫോർ ദ സമ്മർ സീസണിൽ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഫാബ്രിക് ഏതാണ്? നമുക്ക് എഴുതി കൊടുക്കാം, അത് കോട്ടൺ ആണ് എന്ന് നമുക്ക് എഴുതി കൊടുക്കാം. ഇങ്ങനെ ഓപ്ഷൻസ് വന്നാൽ നമുക്ക് എഴുതി കൊടുക്കാം കോട്ടൺ ആണ്. അതായത് ചിലപ്പോൾ ഒരു 1 മാർക്കിനുള്ള ചോദ്യമൊക്കെ ആയിട്ട് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചിലപ്പോൾ വരാം, അല്ലേ? അതേപോലെ തന്നെ ഹു വാസ് ഫസ്റ്റ് സെയിലർ ടു പ്രൂവ് ദ എർത്ത് ഈസ് റൗണ്ട്? ആദ്യമായിട്ട് ഭൂമി എന്ന് പറയുന്ന ഈ ഒരു സംഭവം ഉരുണ്ടിട്ടാണ് എന്ന് പറഞ്ഞതാരായിരുന്നു? നമുക്കറിയാം, അത് ഫെർഡിനൻഡ് മഗലൻ എന്ന് പറയുന്ന ആ ഒരു നാവികനായിരുന്നു, അല്ലെങ്കിൽ സെയിലർ ആയിരുന്നു, അല്ലെ? യെസ് ഗൈസ്, നെക്സ്റ്റിലേക്ക് നമ്മൾ പോകുമ്പോൾ, വിച്ച് ബേർഡ് ബിൽഡ്സ് ഇറ്റ്സ് നെസ്റ്റ് യൂസിങ് ഫൈബേഴ്സ് ഫ്രം പാഡി ആൻഡ് കോക്കനട്ട് ലീവ്സ്? തെങ്ങോലയുടെയും പുല്ലിന്റെയും നാരുകൾ ഉപയോഗിച്ച് കൂടുണ്ടാക്കുന്ന പക്ഷി ഏതാണ്? തെങ്ങോലയുടെയും പുല്ലിന്റെയും ഒക്കെ നാരുകൾ ഉപയോഗിച്ച് കൂടുണ്ടാക്കുന്ന പക്ഷി ഏതാണ്? അത് നമുക്ക് എഴുതി കൊടുക്കാം. അതേതാണ്? വീവർ ബേർഡ് ആണ്, അല്ലെങ്കിൽ ആറ്റക്കുരുവിയാണ്. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ 1 വേർഡിന്റെ ചോദ്യങ്ങളായിട്ട് നമ്മളോട് ചോദിക്കാം, അല്ലേ? അടുത്തത് നമുക്ക് നോക്കാം. വിച്ച് കളർ ഓൺ ദ ഗ്ലോബ് റെപ്രസെന്റ് വാട്ടർ ബോഡീസ്? ഗ്ലോബിൽ ജലഭാഗത്തെ സൂചിപ്പിക്കുന്ന നിറം എന്ന് പറയുന്നത് നീലയാണ്, അല്ലേ? നീല കളറാണ് അതിന് ഉപയോഗിക്കുന്നത്. അതേപോലെ തന്നെ where should we go to get vaccination and medical treatment? ചികിത്സക്കും കുത്തിവെപ്പിനും നമ്മൾ എവിടെയാണ് പോകുന്നത്? ഹോസ്പിറ്റൽ അല്ലെങ്കിൽ PHSCയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അങ്ങനെയുള്ള സംഭവത്തിന് വേണ്ടിയിട്ട് നമ്മൾ പോകുന്നത്. നെക്സ്റ്റ് ഇവിടെ നോക്കൂ. ഇവിടെ ചേരുംപടി ചേർക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ആ ഒരു സംഭവം അവിടെ മിസ്സാവുന്നുണ്ട്, അല്ലേ? നിങ്ങൾക്ക് അവിടെ കാണുന്നില്ല, അല്ലേ? ഓക്കെ, കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഈ ഒരു PDF ഞാൻ പിന്നെ എന്ത് ചെയ്യാം മക്കളെ, ഓൾറെഡി നമ്മുടെ ഗ്രൂപ്പുകളിൽ ഇത് ഷെയർ ചെയ്യുന്നില്ല. അപ്പോൾ PDF കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു സംഭവം നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. താഴത്തൂടെ ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ആ ഒരു സംഭവം വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, PDFകൾ ജസ്റ്റ് നോക്കാം. ഞാൻ ഇപ്പോൾ റെഡിയാക്കി തരാം. PDF എവിടെ നമ്മുടെ PDF? ഓക്കെ, റെഡി. അപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുമ്പ് നമ്മൾ പറഞ്ഞതൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഇത് മുമ്പ് ചോദിച്ച ചോദ്യം. ഇതാണ് കോട്ടൺ ആണ് അതിന് ഉത്തരം വരുന്നത്. പിന്നെ ഈ പറഞ്ഞത് ഫെർഡിനൻഡ് മഗലൻ എന്ന് പറഞ്ഞതാണ്. അപ്പോൾ ഇതിൻ്റെ മലയാളവും ഇംഗ്ലീഷും ഒക്കെ ഇതിൽ തന്നെ ഉണ്ട്. വീവർ ബേർഡ് അത് നോക്കി പഠിക്കാൻ വളരെ ഉപകാരമാണ് കേട്ടോ. വളരെ ഉപകാരമാണ്. നോക്കി പഠിക്കാൻ വളരെ ഒരു ഉപകാരപ്രദമായിട്ടുള്ള ഒരു സംഭവമാണ്. ഇപ്പം എന്നെ കാണുന്നില്ല തോന്നുന്നു, അല്ലേ? ആകെ പ്രശ്നമായല്ലോ ഇത്. ഒന്ന് കാണുമ്പോൾ ഒന്ന് കാണുന്നില്ലല്ലോ. ഇപ്പം ഞാൻ റെഡിയായോ? ഓക്കെ, റെഡി. ഇപ്പം ഞാൻ റെഡിയായി. അപ്പോൾ അടുത്ത PDF പോയോ? ഇല്ല, PDF ഉണ്ട്. റെഡി. അപ്പോൾ ഇതൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. റെഡി. ഇനി അങ്ങനെയാണെങ്കിൽ അടുത്തതിൽ പിന്നെ ഇവിടെ റെഡ് സിഗ്നൽ എന്ന് പറഞ്ഞാൽ ചുവപ്പ് സിഗ്നൽ എന്തിനാണ്?
അത് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. കുക്കു കുയില് എന്ന് പറയുമ്പോൾ നമുക്ക് കൊടുക്കാം അത് കാക്കക്കൂട്ടിൽ മുട്ടയിടുന്ന ഒരു ചങ്ങായിയാണ് അല്ലേ. പിന്നെ സിബ്ര ലൈനുകൾ ടു ക്രോസ് റോഡ്സ് ആണ് അല്ലേ. അതേപോലെ തന്നെ സണ്ണ് ഭൂമിക്ക് അടുത്തുള്ള നക്ഷത്രമാണ്. നാഷണൽ അനിമൽ എന്ന് പറയുന്നത്, ദേശീയ മൃഗം എന്ന് പറയുന്നത് കടുവയാണ്. ഇങ്ങനെ ചിലപ്പോൾ നിങ്ങളോട് ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചിലപ്പോൾ ചേരുംപടി ചേർക്കാനോ അങ്ങനെ ഡിസോർഡർ ആയിട്ട് തന്നിട്ട് അത് ഓർഡർ ചെയ്ത് എഴുതാനോ പട്ടികപ്പെടുത്താനോ ഒക്കെ ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കാം. പട്ടികപ്പെടുത്താനൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സംഭവം നിങ്ങൾക്ക് എഴുതി കൊടുക്കാം. അങ്ങനെ മിക്സ് ആയിട്ട് എന്ത് ചെയ്യും, നിങ്ങളോട് ചോദിക്കും ഇല്ലേ. റെഡി. അങ്ങനെയാണെങ്കിൽ നേരെ നമ്മൾ പോകുമ്പോൾ അടുത്തയിലേക്ക് 1-2 വാക്യത്തിൽ ഉത്തരം എഴുതാൻ വേണ്ടിയിട്ടാണ്. ആൻസർ ഇൻ 1 or 2 sentences ആണ്. 1-2 വാക്യത്തിൽ ഉത്തരം എഴുതാൻ വേണ്ടി പറയാണ്. അടുത്തത്, വാട്ട് ഈസ് ദ ഫസ്റ്റ് എയ്ഡ്? എന്താണ് പ്രഥമ ശുശ്രൂഷ എന്ന് പറയുന്നത്? ഫസ്റ്റ് എയ്ഡ് ഈസ് ദ ഇമ്മീഡിയറ്റ് കെയർ ഗിവൺ ടു ആൻ ഇഞ്ചേർഡ് പേഴ്സൺ ബിഫോർ എക്സ്പെർട്ട് മെഡിക്കൽ ഹെൽപ്പ് അറൈവ്സ്. അപ്പൊ നമുക്കറിയാം പിന്നെ ഒരു പ്രഥമ ശുശ്രൂഷ എന്ന് പറഞ്ഞ വിദഗ്ധ ചികിത്സ ലഭ്യമാക്കുന്നതിന് മുമ്പ് മുറിവേറ്റ ഒരാൾക്ക് നൽകുന്ന പ്രാഥമിക പരിചരണമാണ് പ്രഥമ ശുശ്രൂഷ എന്ന് പറയുന്നത്. നമുക്കറിയുന്ന ഒരു കാര്യമാണ്. വാട്ട് ഈസ് ദ ഫസ്റ്റ് എയ്ഡ്? എന്താണ് ഫസ്റ്റ് എയ്ഡ് എന്ന് ചോദിച്ചാൽ നമുക്കത് എഴുതാൻ വേണ്ടി പറ്റണം. അതിവിടെ കൊടുത്തിട്ടുണ്ട്. 1-2 വാക്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിന്റെ ഉത്തരം നമുക്ക് ഈസിയിൽ നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും ഇല്ലേ. അതേപോലെ തന്നെ എന്തുകൊണ്ടാണ് പകലും രാത്രിയൊക്കെ അനുഭവപ്പെടുന്നതാണ്? എന്തുകൊണ്ടാണ് നമുക്കറിയാം അല്ലേ. ആൻസർ, ഡേ ആൻഡ് നൈറ്റ് occur because of the rotation of the earth. The side facing the sun has day and the other side has night അല്ലേ. ഭൂമിയുടെ കറക്കം മൂലമാണ് എന്ത് ചെയ്യുന്നത്, രാവും പകലും ഒക്കെ ഉണ്ടാകുന്നത് അല്ലെ. അപ്പൊ ഭൂമി ഇങ്ങനെ കറങ്ങുമ്പോൾ സൂര്യൻ അഭിമുഖമായി വരുന്ന ഭാഗം എന്ന് പറയുന്നത്, സൂര്യനെ ഫേസ് വരുന്ന ഭാഗം എന്ന് പറയുന്നത് രാവിലെയും, സൂര്യനെ ഫേസ് ചെയ്യാത്ത അതിന്റെ ബാക്കിലെ ഭാഗം എന്ന് പറയുന്നത് നൈറ്റും ആയിരിക്കും. അങ്ങനെയാണ് നമ്മൾ വരുന്നത് അല്ലെ. അങ്ങനെയാണ് നമ്മൾ പഠിച്ചത് ഇല്ലേ. അപ്പൊ ഈ ഒരു ചോദ്യം ശ്രദ്ധിക്കുക. ഒന്നാമത് നമ്മൾ ഫസ്റ്റ് എയ്ഡിന്റെ ചോദ്യം ചോദിച്ചു. രണ്ടാമതായിട്ട് നമ്മൾ എന്തുകൊണ്ടാണ് രാത്രിയും പകലും ഉണ്ടാകുന്നത് നമ്മൾ ചോദിച്ചു. അടുത്തതായിട്ട് ഇനി കേരളത്തിൽ എത്ര ജില്ലകളുണ്ട് എന്നാണ് കേരളപ്പിറവി എന്നാണ്. ഇതൊക്കെ ചിലപ്പോൾ സിമ്പിളായിട്ട് ചിലപ്പോൾ ഒന്ന് ജയിച്ചു പോയിക്കോട്ടെ എന്ന് വെച്ചിട്ട് നമ്മളോട് ചോദിക്കാം. നമ്മളങ്ങനെ സിമ്പിൾ ഉള്ള ചോദ്യങ്ങൾ ഒഴിവാക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. കേരളപ്പിറവി നമുക്കറിയാം, നവംബർ 1 കേരളപ്പിറവി. കേരളത്തിൽ 14 ജില്ലകളുണ്ട് എന്ന് നമുക്കറിയാം ഇല്ലേ. അപ്പൊ അതൊന്നും വലിയ സംഭവമായിട്ടൊന്നുമില്ല. അടുത്തതിലേക്ക് നമ്മൾ പോകുമ്പോൾ നെയിം എനി 2 പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ദെയർ യൂസസ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. 2 പൊതുസ്ഥാപനങ്ങളുടെ പേരും അതിന്റെ പേരും എഴുതാൻ വേണ്ടിയിട്ടാണ്. നമുക്കറിയാം പൊതുസ്ഥാപനങ്ങളുടെ പേരുകൾ നമ്മൾ ഒരുപാട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. ഒരുപാടൊന്നും ഇല്ലല്ലേ, 5-6 നമ്മൾ പഠിക്കുന്നുണ്ട്. അത് എന്താണ് അതിന്റെ പേര്, അതിന്റെ യൂസസ് എന്താണെന്നുള്ളത് നമ്മൾ നിർബന്ധമായിട്ട് നമ്മൾ പഠിച്ചിരിക്കണം അല്ലേ. പോസ്റ്റ് ഓഫീസ്, കത്തുകൾ അയക്കാൻ, ഇവിടെ റേഷൻ കട, ഭക്ഷണ സാധനങ്ങൾ വാങ്ങാൻ അല്ലേ. അതേപോലെ തന്നെ നമ്മൾ പഞ്ചായത്ത് ഓഫീസ്, മറ്റുള്ള സംഭവങ്ങൾ, പോലീസ് സ്റ്റേഷൻ, മറ്റുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. എന്നോട് 2-3 മിസ്സായിപ്പോയി ഇല്ലേ. ഏതൊക്കെയാണ്? പഞ്ചായത്ത് ഓഫീസ്, പിന്നെ പോലീസ് സ്റ്റേഷൻ ഉണ്ടോ, പോലീസ് സ്റ്റേഷൻ, പിന്നെ പോസ്റ്റ് ഓഫീസിലെ പോസ്റ്റ് ഓഫീസ് നമ്മൾ പറഞ്ഞു, റേഷൻ കട, അങ്ങനെ ഒരു 5 പോലെ നമ്മൾ പറഞ്ഞു. ഇമ്പോർട്ടൻറ്റ് പാർട്സിൽ നമ്മൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, റെഡി. അപ്പോൾ വാട്ട് ഷുഡ് യു ഡു ഇഫ് എ സ്ട്രേഞ്ചർ ഓഫേഴ്സ് യു സ്വീറ്റ് ഓർ ടച്ച് യു അൺകംഫർട്ടബിൾ? അപരിചിതർ മിഠായി തന്നാലോ മോശമായി സ്പർശിച്ചാലോ നിങ്ങൾ എന്ത് ചെയ്യും? എന്താ ചെയ്യുക? സേ എ സ്ട്രോങ് നോ ആൻഡ് ഇമ്മീഡിയറ്റ്ലി ഇൻഫോം യുവർ പാരന്റ്സ് ഓർ ടീച്ചേഴ്സ് അല്ലേ. ശക്തമായ വേണ്ട എന്ന് പറയുക, ഉടനെ തന്നെ മാതാപിതാക്കളെയോ അധ്യാപകരെയോ അറിയിക്കുകയും ചെയ്യണം അല്ലേ. ഒരാൾ നമ്മളെ വേണ്ടാത്ത രീതിയിൽ തൊടുകയോ അല്ലെങ്കിൽ നമുക്കെന്തെങ്കിലും ഗിഫ്റ്റ് തരാനൊക്കെ നോക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നോ എന്ന് ഭയങ്കരമായിട്ട് ഒച്ചത്തിൽ പറയുകയും വേണം. അതേപോലെ തന്നെ നമ്മളത് പാരൻസിനോടോ ടീച്ചേഴ്സിനോടോ പോയിട്ട് നമ്മളത് പറയും വേണം. ജസ്റ്റ് ആണോ, അല്ല ഓക്കെ ആണോ, സെറ്റ് അല്ലേ, റെഡി. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റിലേക്ക് നമുക്ക് പോകാം. വിശദമായ ഉത്തരം എഴുതാൻ വേണ്ടിയിട്ടാണ്. കേരളത്തിന്റെ 3 ഭൂപ്രകൃതികൾ ഏവ എന്നാണ് ചോദിച്ചത്. 3 ഭൂപ്രകൃതികൾ ഏതാ കേരളത്തിന്റെ? നമുക്ക് നോക്കാം. ഒന്നിവിടെ മലനാട് കൊടുത്തിട്ടുണ്ട്, പിന്നെ ഇടനാട് കൊടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ കോസ്റ്റൽ ഏരിയ, അതൊക്കെയാണ്. അതിനെ പറ്റി എഴുതുകയാണെങ്കിൽ മലനാട് ഏരിയാസ് നിയർ മൗണ്ടെയിൻസ് ആണ്. അതേപോലെ തന്നെ മിഡ്ലാൻഡ്സ് എന്ന് പറഞ്ഞ ഏരിയാസ് ബിറ്റ്വീൻ മൗണ്ടെയിൻസ് ആൻഡ് സീ ആണ് മിഡ്ലാൻഡ്സ് എന്ന് പറഞ്ഞാൽ. കോസ്റ്റൽ ഏരിയ എന്ന് പറഞ്ഞാലോ ഏരിയ നിയർ ദ സീ. ഒന്നുമില്ലടാ, കേരളത്തിന് 3 ഒരു കേക്ക് മുറിക്കുന്ന പോലെ മുറിച്ചങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിന് 3 നമുക്ക് ഭാഗിക്കാം. എന്തൊക്കെയായിട്ട് ഭാഗിക്കാം? ഹൈലാൻഡ്സ്, അതേപോലെ തന്നെ മിഡ്ലാൻഡ്സ്, കോസ്റ്റൽ ഏരിയ എന്ന് പറഞ്ഞ് 3 നമുക്ക് ഭാഗിക്കാം. അങ്ങനെ ഭാഗിക്കുമ്പോൾ മലനാട് എന്ന് പറയുന്നത് മലനിരകളോട് ചേർന്ന പ്രദേശത്തിനാണ് മലനാട് എന്ന് പറയുന്നത് അല്ലേ. മലനിരകളോട് ചേർന്ന പ്രദേശമാണ് മലനാട് എന്ന് പറയുന്നത്. പിന്നെ ഇടനാട് എന്ന് പറഞ്ഞാൽ മലനാടിനും തീരദേശത്തിനും ഇടയിലുള്ള പ്രദേശമാണ്. അതേപോലെ തന്നെ തീരദേശം എന്ന് പറഞ്ഞാൽ കടലിനോട് ചേർന്ന പ്രദേശമാണ്. അങ്ങനെ നമുക്ക് ഈ ഒരു കേരളത്തിനെ നമുക്ക് 3 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, തരംതിരിക്കാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. സെറ്റാണോ, റെഡിയാണോ? റെഡി. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റിലേക്ക് നമ്മൾ പോകുമ്പോൾ ലിസ്റ്റ് ഫോർ ഇമ്പോർട്ടൻറ്റ് റോഡ് സേഫ്റ്റി റൂൾസ് ആണ്. 4 പ്രധാന റോഡ് സുരക്ഷയായി ബന്ധപ്പെട്ടുള്ള കാര്യം. ഇതൊക്കെ നമ്മൾ കുറേ പഠിച്ചതാണ്. എന്ത് ചെങ്ങായി എന്താ പറയുന്നത്, സാർ എന്തായി പറയുന്നത്, ഇതൊക്കെ വരും പരീക്ഷക്ക്. നോയിക്കോ, ഇതൊക്കെ വരും, നോയിക്കോ. വാക്ക് ഓൺ ദ റൈറ്റ് സൈഡ് ഓഫ് ദ റോഡ്. ഒന്നാമത്തത്, യൂസ് സിബ്ര ലൈൻസ് ടു ക്രോസ്, ഫോളോ ട്രാഫിക് ലൈറ്റ്സ്, ഡു നോട്ട് പുട്ട് ബോഡി പാർട്സ് ഔട്ട്സൈഡ് എ മൂവിംഗ് വെഹിക്കിൾ.
ഇല്ലേ? നോക്കൂ, റോഡിന്റെ വലതുവശം ചേർന്ന് നടക്കുക, സീബ്ര ലൈനിലൂടെ മാത്രം റോഡ് മുറിച്ച് കടക്കുക, ട്രാഫിക് സിഗ്നലുകൾ പാലിക്കുക, ഓടുന്ന വാഹനത്തിന് പുറത്തേക്ക് കയ്യോ തലയോ കാലോ ഒരു സാധനം കൊണ്ട് ചെയ്യാൻ പാടില്ല, തേങ്ങ എടുത്തിട്ട് പുറത്തേക്ക് ഇടാൻ പാടില്ല. മനസ്സിലായോ? അതേപോലെ തന്നെ അടുത്തത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ. എക്സ്പ്ലെയിൻ ഹൗ ഹ്യൂമൻ ഡ്വെല്ലിങ്സ് ഹാവ് ചേഞ്ച്ഡ് ഫ്രം ഓൾഡൻ ടൈംസ് ടു മോഡേൺ ടൈംസ്. അതായത് മനുഷ്യന്റെ വീടുകൾ പണ്ട് കാലം മുതൽ ഇന്ന് വരെ എങ്ങനെയാണ് മാറിയത് നമുക്ക് നോക്കാം. ഇൻ ഓൾഡൻ ഡേയ്സ് പീപ്പിൾസ് ലിവ്ഡ് ഇൻ കേവ്സ് ഓർ ഹൗസസ് മെയ്ഡ് ഓഫ് മഡ്, വുഡ് ആൻഡ് thatched leaves. In modern times houses are strong and built using bricks, cement, iron and tiles. ചോദിച്ച ഇത്ര മാത്രമേ ഉള്ളൂ. പഴയ കാലവും പുതിയ കാലവും നമ്മൾ വീടുണ്ടാക്കുന്നുണ്ട്. ഈ പഴയ കാലത്തെ വീടുണ്ടാക്കുന്നത് പുതിയ കാലത്തെ വീടുണ്ടാക്കുന്നത് തമ്മിൽ ഉള്ള വ്യത്യാസമൊക്കെയാണ് നമ്മളോട് ചോദിച്ചത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അങ്ങനെ മാറിയെന്നൊക്കെയാണ് ചോദിച്ചത്. അപ്പൊ നമ്മൾ പഠിച്ചതുപോലെ നമുക്ക് അങ്ങോട്ട് എഴുതി കൊടുക്കാം. അതാണ് ഇവിടെ പറഞ്ഞത് അല്ലേ. പണ്ട് കാലത്ത് മനുഷ്യർ ഗുഹകളിലോ മണ്ണും മരവും ഇലകളും ഉപയോഗിച്ചുള്ള വീടുകളിലോ ആണ് താമസിച്ചിരുന്നത്. എന്നാൽ ഇന്ന് കല്ല്, സിമന്റ്, ഇരുമ്പ് എന്നിവ ഉപയോഗിച്ചുള്ള ഉറപ്പുള്ള വീടുകളിലാണ് താമസിക്കുന്നത് അല്ലേ. പണ്ടത്തെ മാതിരി ഗുഹന്റെ ഉള്ളിലാറ്റാണോ ചങ്ങായിമാരെ നമ്മൾ പോയിട്ട് നിൽക്കുന്നത്? ഓരോരുത്തരും ഇല്ല ഗുഹന്റെ ഉള്ളിൽ ഉണ്ടോ? ചിലപ്പോൾ മനുഷ്യന്മാർ ഇപ്പോൾ ഉണ്ട്, ഗോവൻ്റെ ഉള്ളിലൊക്കെ ജീവിക്കുന്നവരുണ്ട്. കുറച്ച് അങ്ങോട്ടൊക്കെ വയനാട്ടിലും അങ്ങനത്തെ ഏരിയകളിലൊക്കെ പോയി കഴിഞ്ഞാൽ കുറച്ച് ഗോത്ര വിഭാഗങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ അവരൊക്കെ ഉണ്ട്. പക്ഷെ പൊതുവേ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ പഴയ കാലത്തും പുതിയ കാലത്തും നമ്മൾ നോക്കുമ്പോൾ പഴയ കാലത്ത് പോലെയല്ല നമ്മൾ. ഇന്ന് നമ്മൾ ഒരുപാട് മാറിയിട്ടുണ്ട് അല്ലേ. നല്ല അടിപൊളി വീട്ടിൽ ഇപ്പം ഞാൻ തന്നെ നോക്കി, നിങ്ങൾ ഇങ്ങനെ പഴയ കാലത്താണെങ്കിൽ എനിക്ക് ഓൺലൈൻ ക്ലാസ് എടുക്കാൻ പറ്റുമോ? ഓഹോ ശരി, യൂട്യൂബ് തന്നെ പഴയ കാലത്ത് റെഡി. അപ്പൊ ഇങ്ങനെയുള്ള സംഭവങ്ങളാണ്. അപ്പോൾ ഇത്രയുള്ള ചോദ്യങ്ങളാണ്. എൻ്റെ PDF കിട്ടാൻ വേണ്ടിയിട്ട് താഴെയുള്ള പോലെ കാര്യങ്ങൾ ചെയ്യാം. ഇമ്പോർട്ടൻറ്റ് വാർഡ്സ് കാണാൻ മറന്നു പറഞ്ഞത് നിർബന്ധമുള്ള കാര്യമാണ്. നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമാവും. അടുത്തുള്ളൊരു വീഡിയോ കാണാതിലേക്ക് എല്ലാ പ്രിയപ്പെട്ട മക്കൾക്കും ലവ് യു ഗൈസ്. ലൈക്ക് സബ്സ്ക്രൈബ് മറന്നുകൊണ്ട് കേട്ടോ. സ്പീഡ് പറന്നിട്ട് പോയിട്ടുണ്ടെന്ന് അറിയാം ക്ലാസ്. എനിക്ക് ഉറപ്പാ. ഒന്നുകൂടെ ഒന്ന് കേട്ടോക്കിയത്. ഓക്കെ ബൈ.